രാത്രി 12 മണിയോടെയാണ് അമിതമായി മരുന്നുകൾ ഉള്ളിൽ ചെന്ന നിലയിൽ അഞ്ജനയെ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അഞ്ജനയെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധിച്ചു. ജയിൽ മോചിതയായി വീട്ടിലെത്തിയ അഞ്ജന മാനസികമായി ഏറെ തകർന്ന നിലയിലായിരുന്നുവെന്ന് സഹോദരിമാർ പറയുന്നു. രാത്രി 11:30ഓടെയാണ് അമിത അളവിൽ മരുന്നുകൾ ഉള്ളിൽ ചെന്ന അഞ്ജനയെ അവശനിലയിൽ വീട്ടുകാർ കണ്ടത്. തുടർന്ന് ബന്ധുക്കളും സഹോദരിമാരും ചേർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങേയറ്റം തരം താഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത്. CPM നമുക്ക് ഈ CPMകാരോട് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ അവരോടൊരു ദ്രോഹത്തിന് പോയിട്ടുമില്ല. പിന്നെ ഇവർ മൊത്തം ഈ തരം താഴ്ത്തി സംസാരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനസിക വിഷമം അവൾക്കുണ്ട്. കല്യാണം കഴിക്കാത്തൊരു കുട്ടിയാണ്. അലാളറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതം ഇനി മുന്നോട്ടില്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ തെറ്റില്ലല്ലോ. അപ്പം നമ്മളെല്ലാം ഇപ്പോൾ ഈ അവസ്ഥയിലാണുള്ളത്. ഇവരിങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ടുള്ള പോക്കെങ്കിൽ നമ്മളെല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ ചർച്ചയിൽ സഹോദരിമാരെക്കുറിച്ച് ഒരു CPM നേതാവ് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ കുടുംബത്തിന് നേരെയുണ്ടായ മോശമായ പ്രചാരണവുമാണ് അഞ്ജന ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണമെന്ന് സഹോദരി പറയുന്നു. അഞ്ജന അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് CPM ഓഫീസിൽ അതിക്രമിച്ചു കയറി പ്രവർത്തകരെ ആക്രമിച്ചെന്ന കുറ്റം ചുമത്തി അഖിലയെയും സഹോദരി അഞ്ജനയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. തുടർന്ന് ഇന്നലെ ഇരുവരും കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരായിരുന്നു. തലശ്ശേരി കുട്ടിമാക്കൂലിലെ കോൺഗ്രസ് നേതാവ് കുനിയിൽ രാജന്റെ മക്കളാണ് അഖിലയും അഞ്ജനയും. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.